കർണാടകയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ട് 2 മരണം. കർണാടക ബിൻഡിതിക്ക് സമീപമാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. കണ്ടക്ടർ അരുൺ, ഡ്രൈവറുമാണ് മരണപ്പെട്ടത്. മൈസൂർ ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അനഘ ഹർഷൻ വിശദാംശങ്ങൾ നൽകും. അനഘ, എങ്ങനെയാണ് ഈ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്? അപകടത്തിന്റെ കാരണം എന്താണ്? പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? ഗൗതം, ഇന്ന് രാവിലെ 6:40 കൂടിയാണ് ഈ കർണാടകയിലെ ബിഡഡിക്ക എന്ന് പറയുന്ന ദേശീയപാതയിൽ വെച്ച് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് പോയ KSRTC ബസ് അപകടത്തിൽപ്പെടുന്നത്. ഈ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലുണ്ടായിരുന്ന ഈ പരസ്യ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 തവണ ഈ ബസ് തലകീഴായി മറിഞ്ഞു എന്നുള്ളതാണ്. ആ സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ തെറിച്ച് റോഡിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പ്രദേശത്തെ ആളുകളും മറ്റ് വാഹനത്തിൽ വരുന്ന ആളുകളുമൊക്കെ എത്തിയാണ് ഈ ബസ് വെട്ടിപ്പൊളിച്ചാണ് ഈ ബസ്സിനുള്ളിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ബസ്സിലെ കണ്ടക്ടറായിരുന്ന അരുൺ, കോഴിക്കോട് സ്വദേശിയാണ്, തൽക്ഷണം തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിലെ ഡ്രൈവർ ജിജീഷും കോഴിക്കോട് സ്വദേശി തന്നെയാണ്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് ഗുരുതരമായി ജിജീഷിന് പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. 20 പേർക്കാണ് ഇപ്പോൾ പരിക്ക് ഏറ്റിട്ടുള്ളത്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു ബസ്, അതായത് KL ഈ കോഴിക്കോട് ഡിപ്പോയിലുള്ള ബസ്സാണ്, സിംഗിൾ ഡ്രൈവർ ബസ്സാണ് എന്നാണ്. ഈ സിംഗിൾ ഡ്രൈവർ ബസ്സാണ് ഈ ബസ് എന്ന് പറയുമ്പോൾ. ഈ 10 മണിക്കൂറൊക്കെ ഒരു ഡ്രൈവർ മാത്രമാണ് ഈ ബസ്സിൽ, ഇത്തരം ബസ്സുകൾ ഓടിക്കാൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ സ്ഥിരമായ ഒരു ഡ്രൈവർ ഇല്ലാത്ത സാഹചര്യമുണ്ട്. താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഈ ബസ്സിൽ ഡ്രൈവർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ അങ്ങനെ ഒരാളായിരുന്നു. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. ഗൗതം. ഓക്കെ അനഘ, എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരണപ്പെട്ടിരിക്കുന്നു. കർണാടകയിലാണ് ഈ അപകടമുണ്ടായത്. 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അവർ ചികിത്സയിലാണ്. അനഘ അപ്ഡേറ്റ്സ് നൽകുകയായിരുന്നു.